ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മധുരക്കിഴങ്ങ് പുഴുങ്ങി കഴിക്കാം. ഇതിവിടെ ഉണ്ടായതാട്ടോ, ടെറസിലുണ്ടായതാണേ. ഫ്രിഡ്ജിൻ്റെ ബോക്സിനകത്ത് ഉണ്ടായതാണ്. ഗ്രോ ബാഗിനകത്തൊക്കെ എല്ലാ വർഷവും ഉണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഈ വർഷം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. ഒരു 3-4 കൂടി ഉണ്ടായിരുന്നു, അത് പുഴുങ്ങി. അപ്പോൾ ഇത് നമുക്കൊന്ന് പുഴുങ്ങി കഴിക്കാം. അപ്പോൾ അതിൻ്റെ വാലൊക്കെ ഒന്ന് കളയുവാണേ. എന്നിട്ട് നീളമുള്ളതൊക്കെ മുറിച്ചിടാം. അല്ലാത്തതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കാം. ഒന്ന് കഴുകട്ടെ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മധുരക്കിഴങ്ങ് പുഴുങ്ങാനൊന്നും ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. മധുരക്കിഴങ്ങ് ചിലർക്ക് ചിലർക്കറിയാൻ മേലാത്ത കാര്യമാണേ. തൊലിയോടുകൂടിയാണ് പുഴുങ്ങുന്നത് കേട്ടോ. തൊലി ചെത്തിയിട്ടല്ല പുഴുങ്ങേണ്ടത്. തൊലി ചെത്തിയിട്ട് പുഴുങ്ങിയാൽ അതങ്ങ് വെള്ളത്തിനകത്തോട്ടും കലങ്ങിപ്പോവും. ഇതുവരെ അങ്ങനെ ആരും തൊലി ചെത്തി പുഴുങ്ങുന്നത് കണ്ടിട്ടില്ല. മധുരക്കിഴങ്ങ്, ചെറുകിഴങ്ങ് ഇതൊക്കെ തൊലിയോടുകൂടിയാണ് പുഴുങ്ങിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നല്ല ഉരുളക്കിഴങ്ങ് പോലത്തെ നല്ല ഉണ്ടക്കിഴങ്ങുണ്ട്. അതൊന്ന് വരഞ്ഞിടുക. മുറിക്കേണ്ട ആവശ്യമില്ല. ഉപ്പിട്ടാൽ പുഴുങ്ങുന്നത്. അപ്പോൾ ഉപ്പ് പിടിക്കാൻ വേണ്ടി ആ തൊലിയൊന്ന് വരഞ്ഞിടുക. അപ്പോൾ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പുഴുങ്ങാം. മധുരക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു ചമ്മന്തി ഉണ്ടാക്കാം. ചുമന്നുള്ളി, കാന്താരി മുളക്, ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് ചെറിയ കല്ലിനകത്തിട്ട് ചതച്ചെടുക്കാം. ചതച്ചെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് അരഞ്ഞു വരണം കേട്ടോ. ചെറുതായിട്ടൊന്ന് അരച്ചും കൂടി എടുക്കുക. ഇതിങ്ങനെ ഇടികലിനകത്തിട്ട് ഇടിക്കുമ്പോൾ ശ്രദ്ധിക്കണേ. ഇത് ഞാനിങ്ങനെ ഇടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണിലോട്ട് തെറിച്ചു. ഞാൻ ഓടിപ്പോയി കഴുകിയിട്ട് വന്നിട്ടാണ് ബാക്കി ചെയ്യുന്നത്. ഏതായാലും കണ്ണിൻ്റെ അകത്ത് തെറിച്ചില്ല, കണ്ണിൻ്റെ പുറത്താണ് വീണത്. കണ്ണിൻ്റെ അകത്ത് തെറിച്ചായിരുന്നെങ്കിൽ വരും അറിഞ്ഞേനെ. അതുകൊണ്ട് ഇച്ചിരി ഇതിൻ്റെ നേരെ നിന്ന് ഇടിക്കരുത് കേട്ടോ. ഇച്ചിരി മാറി നിന്നിട്ട് മുഖമൊക്കെ ഇച്ചിരി മാറ്റി വെച്ചിട്ട് വേണം ഇതിങ്ങനെ ഇടിക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അടച്ചുവറ്റിയെ വെച്ച് തവി കൊണ്ട് അരച്ചെടുക്കണം. അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ അരകല്ലേൽ അരച്ചെടുക്കണം. ഇങ്ങനെ ഇടിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം കേട്ടോ. പല പ്രാവശ്യം എനിക്ക് പറ്റിയിട്ടുണ്ട്, കണ്ണിനകത്തോട്ട് തെറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കട്ടെ. ചതച്ച് ഒരുമാതിരി ഒന്ന് അരയുന്ന പോലെ ആക്കിയെടുക്കണം. ഉപ്പ് കൂട്ടിയാണ് അരയ്ക്കേണ്ടത്. അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. കാന്താരി മുളകും ഉള്ളി ഉപ്പും കൂടെ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചതച്ചല്ല, ഇച്ചിരി അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചാലിക്കാം. അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. അങ്ങനെ കാന്താരി ചമ്മന്തി റെഡിയായി. നമ്മുടെ മധുരക്കിഴങ്ങും പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കണം. നമുക്കൊന്ന് തൊലി പൊളിച്ചെടുക്കാവേ. വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്, ഇത് തൊലിയോടുകൂടിയാണ് പുഴുങ്ങിയെടുക്കേണ്ടത് കേട്ടോ. തൊലി ചെത്തി ആരും പുഴുങ്ങാൻ നിൽക്കല്ലേ. പുഴുങ്ങി കഴിഞ്ഞിട്ട് തൊലി ഇങ്ങനെ പൊളിച്ച് കളയണം. അപ്പോൾ ഇതൊന്ന് പൊളിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങി തൊലിയൊക്കെ പൊളിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാന്താരി ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. അപ്പോൾ ഇഷ്ടമായവരെല്ലാവരും അഭിപ്രായം പറയണേ. ബൈ.